ഇന്നലെ ഈ സമയം കഴിഞ്ഞ് കുറച്ചുകൂടി കഴിഞ്ഞപ്പോഴായിരുന്നു ഒരു കുഞ്ഞിനെ തിരുവനന്തപുരം ബാലരാമപുരത്ത് നിന്നൊരു കുഞ്ഞിനെ കാണാതായി എന്ന വാർത്ത ആദ്യം നമ്മൾ അറിയുന്നത്. അതിനുശേഷം കുറച്ച് സമയം കൂടി കഴിയുമ്പോൾ ഈ കുഞ്ഞിനെ സമീപത്തെ കിണറ്റിൽ നിന്നും കണ്ടെത്തുന്നു എന്ന വാർത്ത, മരിച്ച നിലയിൽ കണ്ടെത്തുന്നു എന്ന വാർത്ത വരുന്നു. പിന്നീട് അതിനെ തുടർന്നുള്ള ദുരൂഹതകളായിരുന്നു. ഒരു ഉച്ചയോടുകൂടി അമ്മാവനാണ് ഈ കൃത്യം നടത്തിയത് എന്ന സ്ഥിരീകരണം പോലീസിന്റെ ഭാഗത്തു നിന്ന് വരികയും ചെയ്തു. അപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള പുതിയ അപ്ഡേറ്റുകളിലേക്കാണ് ഇന്നും ആദ്യം പോകുന്നത്. തിരുവനന്തപുരം ബാലരാമപുരത്ത് 2.5 വയസ്സുകാരിയെ കിണറ്റിലെറിഞ്ഞ് കൊലപ്പെടുത്തിയ കേസിൽ അമ്മാവൻ ഹരികുമാറിനെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. നെയ്യാറ്റിൻകര ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലാണ് ഹാജരാക്കുക. കൊലപാതകത്തിന്റെ കാരണം, കൃത്യം നിർവഹിക്കാൻ ആരുടെയെങ്കിലും സഹായം ലഭിച്ചിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളിൽ വ്യക്തത വരുത്താൻ പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങി വിശദമായി തന്നെ ചോദ്യം ചെയ്യും. ചന്തു ചന്ദ്രശേഖറുണ്ട്. ചന്തു, ഗുഡ് മോർണിംഗ്. ഏറെ നടുക്കത്തോടുകൂടി നമ്മൾ കേട്ട വാർത്തയാണ് ഇന്നലെ ഈ കുഞ്ഞിന്റെ മരണം. മനസാക്ഷിയുള്ള ഒരാൾക്കും ചെയ്യാൻ കഴിയാത്ത കൊടും പാതകം, അതും വീട്ടിലുള്ളവർ സ്വന്തം അമ്മാവനാണ്, അതും കുഞ്ഞിനെ ജീവനോടെ എറിഞ്ഞു കൊലപ്പെടുത്തി എന്നുള്ള പോലീസ് സ്ഥിരീകരണമൊക്കെ അത്രയും നെഞ്ചു തകർന്നാണ് നമ്മൾ കേട്ടതും. അപ്പോൾ ഇനിയിപ്പം അറിയേണ്ടത് ഇതിന്റെ മോട്ടീവ് എന്തായിരുന്നു എന്നുള്ളൊരു കാര്യമാണ്. കൃത്യത്തിൽ പറയുന്നത് പോലെ മറ്റാരുടെക്കെങ്കിലും പങ്കുണ്ടോ? അമ്മയെ അടക്കം ഇപ്പോഴും നിരീക്ഷണത്തിൽ വച്ചിരിക്കുകയാണ് പോലീസ്. അപ്പോൾ ഇന്ന് എന്താണ് ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ നടപടിക്രമങ്ങൾ പോലീസിന്റെ ഭാഗത്തുനിന്ന്? സത്യലക്ഷ്മി, ഗുഡ് മോർണിംഗ്. പ്രധാനമായും ഇന്ന് ഈ കേസുമായി ബന്ധപ്പെട്ട് ഉള്ള നടപടിക്രമങ്ങൾ ഈ പ്രതിയായിട്ടുള്ള, അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുള്ള പ്രതിയായിട്ടുള്ള ഹരികുമാറിനെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. കോടതിയിൽ ഹാജരാക്കിയതിനു ശേഷം കൂടുതൽ ചോദ്യം ചെയ്യേണ്ട സാഹചര്യമുണ്ടെങ്കിൽ കസ്റ്റഡിയിൽ വാങ്ങാനുള്ള സാധ്യതയാണ് പ്രധാനമായും കാണുന്നത്. ഈ കേസുമായി ബന്ധപ്പെട്ട് ഇന്നലെ വൈകുന്നേരത്തോടു കൂടിയാണ് ഈ ഹരികുമാറിൻ്റെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തുന്നത്. ഇന്നലെ രാവിലെ 8 മണിയോടുകൂടി ഈ ചോദ്യം ചെയ്യൽ ആരംഭിച്ചു. ചോദ്യം ചെയ്യലിൽ ഒക്കെ പരസ്പര വിരുദ്ധമായ അല്ലെങ്കിൽ വൈരുദ്ധ്യമുള്ള മൊഴികൾ നൽകി പോലീസിനെ കുഴയ്ക്കുന്ന തരത്തിലേക്കൊക്കെ ഈ അമ്മയുടെയും കുട്ടിയുടെ അമ്മയുടെയും അമ്മാവൻ്റെയും മൊഴികൾ വന്നിരുന്നു. ആ ഒരു സാഹചര്യത്തിലൊക്കെ ഈ വൈരുദ്ധ്യം മുൻനിർത്തി പോലീസ് നിർണായകമായ ചോദ്യം ചെയ്യൽ മുന്നോട്ട് നീക്കുകയുണ്ടായി. ഉച്ചയോടുകൂടി ഈ താനാണ് കുഞ്ഞിനെ എടുത്തുകൊണ്ടുപോയി കിണറ്റിലേക്ക് ഇട്ടതെന്ന് ഈ പ്രതിയായ ഹരികുമാറിന് സമ്മതിക്കേണ്ടി വരുന്നു. അതിനുശേഷം വൈകുന്നേരത്തോടു കൂടിയാണ് ഇയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. അമ്മയായ ശ്രീധുവിനെ ഇന്നലെ പൂജപ്പുര മഹിളാ മന്ദിരത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ പൂജപ്പുര മഹിളാ മന്ദിരത്തിലാണ് ശ്രീധു ഉള്ളത്. ആവശ്യമെങ്കിൽ അവരെ തിരികെ ബാലരാമപുരം പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിക്കുകയും ഇവിടെ ചോദ്യം ചെയ്യൽ നടപടികളിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യും. അങ്ങനെയാണ് കഴിഞ്ഞ ദിവസം പോലീസ് വ്യക്തമാക്കിയിട്ടുള്ളത്. ഇപ്പോൾ ഈ പ്രതിയായ, അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുള്ള പ്രതിയായ ഹരികുമാർ ബാലരാമപുരം പോലീസ് സ്റ്റേഷനിൽ തന്നെയുണ്ട്. കുറച്ച് നടപടിക്രമങ്ങൾ കൂടി ബാക്കിയുണ്ട്. മാത്രമല്ല ചില കാര്യങ്ങളിൽ കൂടി പോലീസിന് വ്യക്തത വരുത്താനുണ്ടെന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. അതിൽ പ്രധാനമായും കഴിഞ്ഞ ദിവസം ഈ കുട്ടിയുടെ അമ്മയും ഈ അമ്മാവനുമായുള്ള ഫോൺ രേഖകളും മറ്റും, ഫോണിൻ്റെ ചാറ്റുകളും മറ്റുമൊക്കെ പോലീസ് കണ്ടെടുത്തിരുന്നു. അതുമായി ബന്ധപ്പെട്ട് കുറച്ചുകൂടി വിശദീകരണം പോലീസിന് ലഭ്യമാകേണ്ടതുണ്ട്. എന്തായാലും കഴിഞ്ഞ ദിവസം വൈകുന്നേരത്തോടു കൂടി ഈ പ്രതിയെ നെയ്യാറ്റിൻകര ജനറൽ ആശുപത്രിയിൽ എത്തിച്ച് വൈദ്യപരിശോധന പൂർത്തിയാക്കിയിരുന്നു. ഈ വൈദ്യപരിശോധനയ്ക്ക് ശേഷം വീണ്ടും പോലീസ് സ്റ്റേഷനിലെത്തിക്കും. അതിനുശേഷം കുറച്ച് അധികം സമയം ചോദ്യം ചെയ്യൽ നടപടികൾ മുന്നോട്ട് നീങ്ങുകയും ചെയ്തു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ശേഷം രാത്രിയോടുകൂടി വീണ്ടും വൈദ്യപരിശോധന നടപടികൾ നടത്തിയിരുന്നു. അതിനുശേഷമാണ് ഈ ബാലരാമപുരം പോലീസ് സ്റ്റേഷനിൽ തന്നെ പ്രതിയെ വച്ചിട്ടുള്ളത്. എന്തായാലും ഇന്ന് കോടതിയിൽ ഹാജരാക്കുന്നതിന് മുൻപ് വീണ്ടും ഒരു വൈദ്യപരിശോധന നടപടികൾ പൂർത്തിയാക്കും. അതിനുശേഷമായിരിക്കും കോടതിയിലേക്ക് ഹാജരാകുക. നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്ന ഉച്ചയോടുകൂടി തന്നെ ഈ പ്രതിയെ കോടതിയിൽ ഹാജരാക്കുമെന്നാണ്. എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് ആദ്യഘട്ടം മുതൽ സംശയ നിഴലിലുള്ള ആളുകളായിരുന്നു ഈ അമ്മയായ ശ്രീധു, അമ്മാവൻ ഹരികുമാർ, കൂടാതെ അച്ഛൻ, അമ്മുമ്മ. പക്ഷേ ചോദ്യം ചെയ്യലിന് ശേഷം അച്ഛനെയും അമ്മുമ്മയെയും പോലീസ് വിട്ടയക്കുകയായിരുന്നു. അതിനുശേഷം അവർ കുഞ്ഞിൻ്റെ സംസ്കാര ചടങ്ങുകളിലൊക്കെ കഴിഞ്ഞ ദിവസം പങ്കെടുത്തു. ഇപ്പോൾ നിലവിൽ ശ്രീധുവും ഈ അമ്മാവനും തമ്മിൽ, അല്ലെങ്കിൽ ഈ കൊലപാതകത്തിന് അമ്മാവനെ സഹായിച്ചു എന്ന തരത്തിലേക്ക് എന്തെങ്കിലും ഒരു കണ്ടെത്തൽ നടത്തുന്നതിന് പോലീസിന് കഴിഞ്ഞിട്ടില്ല. അത്തരത്തിലൊരു സാഹചര്യം ഉണ്ടെങ്കിൽ, അത്തരത്തിൽ എന്തെങ്കിലും വിവരം ലഭിക്കുകയാണെങ്കിൽ കൂടുതൽ ആളുകളെ പ്രതി ചേർക്കുമെന്നാണ് കഴിഞ്ഞ ദിവസം നെയ്യാറ്റിൻകര DYSP തന്നെ വ്യക്തമാക്കിയിരുന്നത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഇന്ന് കോടതിയിൽ ഹാജരാക്കുന്നതുവരെ, ഈ പ്രതിയെ കോടതിയിൽ ഹാജരാക്കുന്നതുവരെ പോലീസിന് മുന്നിൽ സമയമുണ്ട്. ആ സമയത്തിനുള്ളിൽ കൂടുതൽ ചോദ്യം ചെയ്യൽ നടപടികളൊക്കെ ഉണ്ടാകും. ആവശ്യമെങ്കിൽ അമ്മയെയും അമ്മുമ്മയെയും അച്ഛനെയും വീണ്ടും പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവരും. വിശദമായി തന്നെ ചോദ്യം ചെയ്യും. അതിന് ശേഷം മറ്റാരെങ്കിലും കൂടുതലായി പ്രതി ചേർക്കേണ്ട സാഹചര്യമുണ്ടെങ്കിൽ പ്രതി ചേർക്കും. അങ്ങനെയാണ് ഇപ്പോൾ പോലീസിൻ്റെ നീക്കം. അതനുസരിച്ചുള്ള നടപടികളാണ് പോലീസ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. എന്തായാലും ഉച്ചയോടുകൂടി ഈ ഹരികുമാറിനെ നെയ്യാറ്റിൻകര കോടതിയിൽ ഹാജരാക്കും. അപ്പോഴും ഇതിൽ ഒരുപാട് ദുരൂഹതകളുണ്ട്. ഈ എന്തിനു വേണ്ടി എന്നതിനപ്പുറം ഈ കഴിഞ്ഞ ദിവസം കുഞ്ഞിനെ കണ്ടെടുത്ത കിണറ്റിൽ ഒരു ആത്മഹത്യാ ശ്രമം എന്ന് തോന്നും വിധത്തിലൊരു കയറ് കണ്ടെത്തി
കണ്ടെത്തിയിരുന്നു എന്ന് അന്വേഷണ സംഘം പറയുകയുണ്ടായി. ഇതിനു മുൻപ് ഈ കുടുംബം വീട്ടിൽ നിന്ന് 30 ലക്ഷം രൂപ കാണാതെ പോയി എന്നതുമായി ബന്ധപ്പെട്ട ഒരു പരാതി നൽകിയിരുന്നു എന്ന് പറയുന്നു. ഈ കുടുംബത്തിന് വമ്പൻ കടബാധ്യത എന്നുള്ള രീതിയിൽ ആളുകളുടെ പ്രതികരണം വന്നു. പിന്നീട് മറ്റൊന്ന്, ഒരു 2 ആഴ്ചക്കാലത്തിന് മുൻപ് ഈ കുഞ്ഞിൻ്റെ അമ്മുമ്മ എന്ന് പറയുന്ന ആള് ആത്മഹത്യക്ക് ശ്രമിച്ചിരുന്നു എന്ന് പറയുന്നു. അപ്പോൾ ഈ കുടുംബത്തിൽ നിരവധി പ്രശ്നങ്ങൾ നിന്നിരുന്നു. ഈ കുടുംബ പ്രശ്നമാണോ ഇത്തരത്തിലുള്ളൊരു കൊടും പാതകത്തിലേക്ക് നയിച്ചത്? ഈ കുടുംബ പ്രശ്നം, സാമ്പത്തിക ബാധ്യത, ഇതൊക്കെ എങ്ങനെയാണ് ഈ ഒരു കുഞ്ഞിലേക്ക് വരുന്നത്? ഈ കുഞ്ഞും ഇതുമായിട്ടുള്ളൊരു കണക്ഷൻ, ഇങ്ങനെ ഈ അന്വേഷണ സംഘത്തിന് മേൽ ഈ വലിയൊരു കുരുക്കില്ലേ, ഇതെല്ലാം അഴിച്ചെടുക്കുന്നത് പോലീസിനെ സംബന്ധിച്ച് കുറച്ച് നീണ്ട അന്വേഷണത്തിലേക്ക് പോകില്ലേ കാര്യങ്ങൾ? സേതുലക്ഷ്മി, ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം തന്നെ പോലീസിന് കൃത്യമായ വിശദീകരണങ്ങൾ ലഭിച്ചിട്ടുണ്ട്. കാരണം ആദ്യഘട്ടം മുതൽ പോലീസ് അവിടെ പരിശോധനയ്ക്കെത്തി ഈ സാഹചര്യങ്ങളൊക്കെ പരിശോധിക്കുന്ന സമയത്ത് തന്നെ ഇതൊരു കൊലപാതകമാണ് എന്ന കാര്യത്തിൽ പൂർണ്ണമായും ബോധ്യം പോലീസിനുണ്ടായിരുന്നു. അതനുസരിച്ചുള്ള നടപടിക്രമങ്ങളാണ് അല്ലെങ്കിൽ അന്വേഷണമാണ് പോലീസ് മുന്നോട്ട് കൊണ്ടുപോയത്. അതനുസരിച്ച് തന്നെയാണ് ഈ ബന്ധുക്കളിൽ ആരെങ്കിലും ആകാം ഈ കൊലപാതകം നടത്തിയതെന്നനുസരിച്ച് ഈ രക്ഷിതാക്കളെ തന്നെ ആദ്യം പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിക്കുന്നതും ചോദ്യം ചെയ്യൽ നടപടികളുമായി മുന്നോട്ട് പോകുന്നത്. കുട്ടി കിണറ്റിലേക്ക് തനിയെ ഇറങ്ങി വരുന്ന, ഉറങ്ങിക്കിടന്ന കുഞ്ഞ് തനിയെ ഇറങ്ങി വന്ന് വീഴേണ്ട ഒരു സാഹചര്യവുമില്ല. പുറത്തുനിന്ന് ഒരാൾ എടുത്തുകൊണ്ടുവന്ന് കുഞ്ഞിനെ ഇടേണ്ട സാഹചര്യവും ഉണ്ടായിരുന്നില്ല. സാമ്പത്തികമായ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. കൂടാതെ കുടുംബ പ്രശ്നങ്ങൾ നിലനിന്നിരുന്നു. ഈ ശ്രീധുവും ഭർത്താവ് ശ്രീജിത്തും തമ്മിൽ അകന്ന് താമസിക്കുകയായിരുന്നു. അവിടെ ഈ ശ്രീധുവിൻ്റെ അച്ഛൻ മരിച്ചു കഴിഞ്ഞ ദിവസം 16 ആയിരുന്നു. ആ ചടങ്ങുമായി ബന്ധപ്പെട്ട് മാത്രമാണ് ശ്രീജിത്ത് കഴിഞ്ഞ ദിവസം ഈ വീട്ടിലേക്ക് എത്തിയിട്ടുള്ളത്. അല്ലാതെ ഇവർ അകന്ന് താമസിക്കുകയായിരുന്നു. കുടുംബ പ്രശ്നങ്ങളെ തുടർന്ന് കഴിഞ്ഞ കുറച്ച് നാളുകളായി അത്തരത്തിൽ വേർപെട്ട് താമസിക്കുകയായിരുന്നു എന്നാണ് പോലീസിന് ലഭ്യമായിട്ടുള്ള വിവരം. പ്രദേശവാസികളും അത് സ്ഥിരീകരിക്കുന്ന മൊഴികൾ പോലീസിന് നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇത്തരം സാമ്പത്തിക പ്രശ്നങ്ങളും ഈ കുടുംബ പ്രശ്നങ്ങളും ഉണ്ടായിരുന്നുവെങ്കിലും കുഞ്ഞിലേക്കുള്ള കൊലപാതകം അതെങ്ങനെ എത്തി എന്നത് പ്രധാനമായും പോലീസ് പരിശോധിച്ചിരുന്നു. അവിടെയാണ് ഈ അമ്മാവന് ഈ സഹോദരിയുമായി ഉള്ള ഒരു വൈരാഗ്യം അദ്ദേഹം മനസ്സിൽ സൂക്ഷിച്ചിരുന്നു. ആ വൈരാഗ്യത്തിൻ്റെ പുറത്താണ് കുഞ്ഞിനെ എടുത്തുകൊണ്ടുപോയി കിണറ്റിലേക്ക് എറിഞ്ഞു കൊലപ്പെടുത്തിയതെന്ന് പോലീസിന് ബോധ്യമായത്. ചില പ്രത്യേക ഉദ്ദേശങ്ങളോടുകൂടി ഇദ്ദേഹം ഈ ശ്രീധുവിനെ സമീപിക്കേണ്ടായിരുന്നു. അദ്ദേഹം ആ ഉദ്ദേശങ്ങളൊന്നും നടന്നില്ല. ആ ഒരു സമയത്ത് ഈ കുഞ്ഞിനെ എടുത്തുകൊണ്ടുപോയി കിണറ്റിലേക്ക് എറിഞ്ഞ് കൊലപ്പെടുത്തുക എന്നൊരു വൈരാഗ്യ ബുദ്ധിയിലേക്ക് ഈ പ്രതി ഹരികുമാർ എത്തിയതായി പോലീസിന് ഈ ഹരികുമാർ തന്നെ മൊഴി നൽകിയിട്ടുണ്ട്. അത്തരം വിവരങ്ങൾ പോലീസിന് കൃത്യമായി തന്നെ ഡിജിറ്റൽ തെളിവുകളടക്കം പോലീസിന് കിട്ടിയിട്ടുമുണ്ട്. ചന്തു, എന്താണെങ്കിലും സമീപകാലത്ത് നമ്മൾ കേട്ടതിൽ വെച്ച് ഏറ്റവും ക്രൂരമായ ഒരു കൊലപാതക വാർത്തയുടെ വിവരങ്ങളാണ് ചന്തു പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്. ഏറെ നടുക്കവും അതുപോലെ ആശങ്കയും ഉണ്ടാക്കുന്ന ഒന്നാണ് ബാലരാമപുരത്തെ 2 വയസ്സുകാരിയുടെ കൊലപാതകം.